ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത നമ്മുടെ വീട്ടിലെ തന്നെ വെജിറ്റബിൾസ് ആണ്. നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ ലോങ് വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചു. ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കോവലാണ് നമ്മൾ ആദ്യം പൊട്ടിക്കുന്നത്. നമ്മളിത് സാധാ 2 തണ്ട് കൊണ്ടിട്ടതാണ്. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ മുറം നിറയെ പറിച്ചെടുക്കാനും അത്ര ഉണ്ടായിരുന്നു. ഇപ്പം മഴ വന്നപ്പോൾ എല്ലാം ഒന്ന് വെട്ടി ഒതുക്കി നിർത്തിയിട്ട് രണ്ടാമത് ഉണ്ടാവുകയാണ് ഈ കോവയ്ക്ക. ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. ഇതൊരു കറിവേപ്പാണ്, ഒരു വലിയ കറിവേപ്പ് അതിലോട്ടാണ് കയറ്റിവിട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പന്തലും കാര്യമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എങ്കിൽപ്പോലും നമ്മൾ വീട്ടിലാവശ്യത്തിന് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, ഉപ്പേരി വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനും അതുപോലെ തോരൻ വെക്കാനും ഒക്കെ സൂപ്പറാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഒരു വള്ളി കെട്ടി ഇപ്പുറം ഒരു കറിവേപ്പുണ്ട്, അതിലോട്ടാണ് കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ഇത് നാടൻ ഇനമാണ്. നമ്മളൊന്നും അങ്ങനെ വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ, അല്ലാതെ ഒന്നും അതിന് നമ്മൾ വളമൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇഷ്ടം പോലെ നമുക്ക് കോവയ്ക്ക പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പോലെയല്ല, നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇത് പറിച്ചെടുക്കുമ്പോൾ ഒരു സന്തോഷം, പിന്നെ കാണുമ്പോഴും സന്തോഷം, കഴിക്കുമ്പോഴും സന്തോഷം. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇതുപോലെ 2 വള്ളിയൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ വേലിപ്പടർപ്പോൾ ഇച്ചിരി വെയിലും വെട്ടമൊക്കെ വേണം. നല്ല ഇച്ചിരി വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് കോവയ്ക്ക ഉണ്ടാവും. അല്ലെങ്കിൽ വെയിലില്ലെങ്കിൽ ഇലയൊക്കെ ഇങ്ങനെ ആവുകയുള്ളൂ. വെയിൽ കിട്ടണം. വെയിലുണ്ടെങ്കിൽ നന്നായി തന്നെ കോവയ്ക്ക ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നാടൻ ഇനമാണ്. ഞാനിത് ഇതുപോലെ നീളത്തിൽ കീറി വറുത്തെടുത്ത് നമ്മൾ ഈ പാവയ്ക്കൊക്കെ വറക്കത്തില്ലേ, പാവയ്ക്ക വറക്കുന്നതല്ല, ഇച്ചിരൂടെ ഇതായിട്ടൊക്കെ നമ്മൾ അരിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വെച്ച് വറുത്തിട്ട് നമ്മൾ ടിന്നിൽ അടച്ച് വെച്ചാൽ കൂട്ടാനൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് നാളിരിക്കും, ഒരാഴ്ചയൊക്കെ ഇരിക്കും. അതുപോലെ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. ഇത് കോവയ്ക്ക നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിന്ന് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഇത് വറുത്തെടുക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുപോലെ വറുത്തെടുത്ത് വെച്ചാൽ. ഇതുപോലെ വറുത്ത് നമ്മളൊരു ഇതിൽ ടിന്നിൽ അടച്ച് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും. പിന്നെ ഇത് നമുക്ക് ഉള്ളത് ബുഷി ഓറഞ്ചാണ്. ലെമണായിട്ട്, അതായത് എന്തൊക്കെ പേരുകളാണെന്ന് അറിയത്തില്ല. ഞാൻ ബുഷി ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മേടിച്ച് ജർമ്മൻ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ മേടിച്ച് വെച്ചത്. പക്ഷേ ഇത് ധാരാളം ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് വെള്ളം കുടിക്കാൻ സൂപ്പറാണ്. ഈ പ്രാവശ്യത്തെ ഈ ചൂട് സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ് ഇത്. നല്ല എന്താ പറയുക, ഇത് ഉപ്പിട്ട് ഇച്ചിരി തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമെല്ലാം മാറും. അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ്. ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല പുളിയുണ്ട്. ഞാനിപ്പം നാരങ്ങയ്ക്ക് പകരം കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇനി നമ്മുടെ സ്വന്തം കാന്താരി പിന്നെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പം മഴയായതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ കഴിഞ്ഞുണ്ട്. അപ്പം ഞാനിതങ്ങനെ പറിച്ച് വെക്കാറില്ല, പൊട്ടിച്ച് വെക്കാറില്ല. അത്യാവശ്യത്തിന് ഓടിപ്പോയി നാലെണ്ണം പറിക്കും. തോരൻ ചതയ്ക്കാനോ മീൻ തോരനോ ഇടാനൊക്കെ, പിന്നെ ചമ്മന്തി അരയ്ക്കാനൊക്കെ. ഇത് നമ്മുടെ സ്വന്തം ലോലോലിക്ക അതുപോലെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാകാറുണ്ട്. ലോലോലിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് പഴുക്കത്തില്ല, അതായത് വിളയത്തില്ല. കുറച്ചാണ്. അപ്പം നമ്മളത് പൊട്ടിച്ച് വെക്കും. അത് അച്ചാറിടാൻ സൂപ്പറാണ്. പിന്നെ അതുപോലെ വെള്ളയ്ക്ക അച്ചാറിടാനൊക്കെ നല്ലതാണ്. പിന്നെ ഞാനിവിടെ ഇത് ലൗലോലിക്ക വൈൻ ഇടാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി ഷുഗർ, സാധാരണ വൈൻ ഇടുന്നതിനേക്കാൾ ഇച്ചിരി ഷുഗർ കൂട്ടിയിട്ടാൽ മതി. നല്ല പുളിയുള്ളതുകൊണ്ട്. പക്ഷെ നല്ല ടേസ്റ്റിയാണ് വൈന്, സൂപ്പറാണ്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം വെള്ളക്കാന്താരി എല്ലായിടത്തും ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി വലുതാണ്. നേരത്തെ ഇതിലും ചെറിയ ഇനമായിരുന്നു. എനിവേ, എന്തായാലും ഇതാണെങ്കിലും അതുപോലെ മീൻ തോരനൊക്കെ വെക്കാൻ ഇതങ്ങോട്ട് ഇട്ട് ചതച്ചിട്ട് കൊടുത്ത് കൊച്ചുള്ളിയൊക്കെ ഇട്ട് വെച്ചാൽ സൂപ്പറാണ്. അപ്പം വെള്ളക്കാന്താരി. പിന്നെ ഇനിയിപ്പം മുകളിൽ ടെറസ് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ ഇതാ ഇതിൻ്റെ ഒരു ഉണങ്ങുന്ന പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് മേടിച്ച് വെച്ചതാണ്. പക്ഷെ നന്നായിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഴുത്തിട്ടുണ്ട്. അപ്പം ഞാനത് പൊട്ടിച്ചെടുക്കുവാണ്. നല്ല കിളികളുടെയൊക്കെ വലിയ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പം ഞാനിത് നല്ല കളറായി. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കുവാണ്.
ഈ കരിയിലക്കിളി അതുപോലുള്ള കിളികളൊക്കെ വന്ന് ഒത്തിരി നാശം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചയും കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തോരൻ വെക്കാൻ സൂപ്പറാണ്. പച്ചത്തക്കാളി അതുപോലെ മീൻ കറിക്കകത്തിലൊക്കെ നമ്മൾ പച്ചയരച്ചൊക്കെ വെക്കുമ്പോൾ സൂപ്പറല്ലേ. അപ്പം ഞാൻ അതിനു വേണ്ടി ഇത് തോരൻ വെക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കൊച്ചുള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞെരുടി തോരൻ വെക്കുമ്പോൾ പച്ചത്തക്കാളി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെക്കുന്നത് ഇഷ്ടം. അപ്പം ഞാൻ അതിന് വേണ്ടി ഇത് പറിച്ചെടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും വീടിൻ്റെ മുറ്റത്തും പരിസരത്തും സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗിലായിട്ട് ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. വലിയ ചിലവൊന്നുമില്ല. ഇച്ചിരി മണ്ണും ചാണകപ്പൊടിയും അടിയിലെല്ലാം ഞാൻ കരിയിലയായിട്ടിരിക്കുന്നു. കരിയിലയിട്ടിട്ട് മുകളിൽ കുറച്ച് മണ്ണും ഇട്ട് കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കിച്ചൺ വേസ്റ്റും ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ വെള്ളം കൊടുക്കണം ധാരാളം. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് അത്യാവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. പണ്ട് തൊട്ടേ ഉണ്ടല്ലോ അടുത്ത് എന്താ പറയുന്നത് കിച്ചണിൻ്റെ അടുത്തൊരു ഗാർഡൻ, എന്താ പറയുന്നത് വെജിറ്റബിൾ ഗാർഡൻ. അപ്പോൾ അങ്ങനെയാണ്. എന്ത് കളറായേ? നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കുമ്പോൾ അതിനൊരു ഭയങ്കര സന്തോഷം. അപ്പോൾ അത് നിങ്ങൾക്കൂടെ വേണ്ടി ഷെയർ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.